അണ്ണാ ഞങ്ങൾക്കൊരു ഇല്ല അണ്ണാ, ഒരു ലിഫ്റ്റ് വേണം. എന്നാ അണ്ണാ ലിഫ്റ്റ് എന്നാ ലിഫ്റ്റ് അണ്ണാ എന്നാ ഞങ്ങക്ക് നെല്ലിയാമ്പതി വരെ ഒന്ന് പോണം, ഒരു ലിഫ്റ്റ് തരുമോ? നെല്ലിയാമ്പതി വരേക്ക് പൊതുമാ? ശരി, പിന്നാടി ഇറങ്ങും. താങ്ക്സ് അമ്മ. താങ്ക്സ് എല്ലാം വേണ, 100 രൂപ. ഓ തരാം. ഏറ് പിന്നാടി ഏറ്. ഇതെന്താ സഞ്ചരിക്കുന്ന മാർക്കറ്റോ? ഇവിടെ ഇരിക്കും സലീം. പോലാമാ എന്നാ? ഹലോ, ഞാനാ. താങ്ക് യു. ഈ കുരിശ് இன்னைக்கு லாஸ்ட் பஸ் ஆக்சிடென்ட். இனி இன்னைக்கு வண்டியே கிடையாது. பாவம் ஏறட்டும். താങ്ക് യു. சார் கொஞ்சம் சீக்கிரம் ஏறுங்க. ഇയാള് കയറിയിട്ട് വണ്ടി പോയത് തന്നെ. ഇയാൾ എന്തായി കാണിക്കുന്നത്? ഒന്ന് ഹെൽപ്പ് ഉണ്ട് തമ്പിയേ. സോറി, ഞാൻ അടിച്ച ബ്രാൻഡ് മാറിപ്പോയി. അതാ ഈ താളം തെറ്റേ. മാറ്റമുണ്ടോ? എക്സ്പ്രഷൻ കണ്ടപ്പോ മനസ്സിലായി. ഇതേ നാടൻ മാറ്റാ. ഫോറിൻ ട്രൈ ചെയ്ത് കിട്ടിയില്ല. ട്രെയിൻ ഓ വേണ്ടേ? ഒരിക്കലും മറക്കില്ല കേട്ടാ. സോറി. By the way, I am Ram, Rekhu Ram. പേടിക്കണ്ട, ഞാനും മലയാളിയാണ്. We are all Malayalis. എന്താ പരിചയപ്പെടണ്ടേ? വേണ്ട. അതെ, ഇയാൾക്ക് വേറെ ഒരു സ്ഥലവും കണ്ടില്ലിരിക്കാൻ. ഇല്ല നിയാ, സത്യമായിട്ടും ഇല്ല. അല്ല, ഇവിടെ ഇരുന്ന എന്താ സംഭവിക്കാന്ന് അറിയണല്ലോ. അങ്ങോട്ട് പോയിരുന്നേ. അതെ, ഒന്നും സംഭവിക്കണ്ട. ചേട്ടനെ കൂടെ മാറിയിരുന്നേ. ശരി, ഞാൻ ഇറങ്ങിയേക്കാം. അതാ നല്ലത്. നമുക്കെന്താ പ്രോബ്ലം? പക്ഷേ എനിക്ക് ഇത് തീർക്കാൻ നിന്റെ വണ്ടിയുടെ ആവശ്യമൊന്നും ഇല്ലടേ. என்ன சார் இப்படியല്ലോ? சின்ன பசங்க மாதிரி. சார் வந்து ஃப்ரண்ட்லயே உட்காருங்க. அது நியாயம். நீ என் நண்பன். உன் பேர் என்ன? என் பேரா சீரவேலு பாண்டியன். ஆனா நான் உன்னை சீருன்னே விളിക്കും. ஆமா சார். സമ്മതിച്ചോ? സമ്മതിച്ചു. എടാ, ഇങ്ങനെ കുടിക്കാതെ കൂമ്പ് പാടിപ്പോവും. ചേട്ടാ, ഈ കൂമ്പെന്നൊക്കെ പറഞ്ഞ അവന് മനസ്സിലാവൂ? മനസ്സിലാവും സാർ. എനിക്ക് വന്ന് ചിന്ന വയസ്സിലേ കൂമ്പ് പാടി പോയി. എനിക്ക് ഈ കള്ളുകൂടിയന്മാരുടെ കൂടെ ശരിയാവില്ല. വേണങ്ങല്ലേ പെങ്ങളെ. ഇത് ഫിനിഷ് ചെയ്തിട്ട് ഉടനെ വിട്ടെ. ഇത് ഫിനിഷ് ആണാ ഞാനും റെഡി. രണ്ടുപേരും റെഡിയാകുമ്പോഴേക്കും ഞങ്ങൾ നടന്നെത്തിക്കോളാം. അപ്പഴേ ചേട്ടാ, ഈ ചെക്ക് പോസ്റ്റ് മാറ്റിക്കാൻ ഞങ്ങൾ ഇറങ്ങട്ടെ. നിക്ക് എല്ലാത്തിനും ഒരു പോയിന്റ് വഴിയില്ലേ പെങ്ങളെ. എടാ ശരി, നീ വണ്ടി എടുക്കണം. ബാക്കി വണ്ടി എടുക്കണ്ട കീഴുകുട്ടാ. റെഡി തലവരെ. വണ്ടിക്ക് ഏതോ ചിന്ന പ്രോബ്ലം. ഒരു നിമിഷം. என்ன ப்ராப்ளம்? இல்ல தலைவா, ஒரு சின்ன ப்ராப்ளம். இப்ப சரி பண்ணிடலாம். ஏதாவது ஹெல்ப் வேணுமா? தலைவரே, நான் தனியே பண்ணிடலாம். நான் சரி பண்ணிடலாம். നീ ശരി പണിയില്ലേ? എനിക്ക് കുഴപ്പമില്ല. അതെ, ഇയാൾക്കൊരു കുഴപ്പമുണ്ടാവില്ല. ഇയാൾ വെള്ളം അടിച്ച് ഊരി തണ്ടാൻ ഇറങ്ങിയിരിക്കല്ലേ. ചേട്ടാ, ഇത് വല്ല കോടാലിയായല്ലോ. എനിക്കൊന്നും പറയാനും പാടില്ലേ? അല്ലെ, അറിയാണ്ട് ചോദിക്കുക. നിങ്ങൾ മനഃപൂർവ്വം അടക്കാൻ അറിയിരിക്കുക. ലുക്ക് ഗേൾസ്, ഞാനൊരു വേദനിക്കുന്ന മദ്യപാനിയാണ്. നിങ്ങളായിട്ട് എന്റെ വേദന കൂട്ടരുത് പ്ലീസ്. അണ്ണാ, ഇതുപോലെ നടക്കോ? ഇല്ല തമ്പി, നാളെ കാലയിൽ മെക്കാനിക്ക് വരെ വേണം. എന്താ പറഞ്ഞേ? നാളെ രാവിലെ മെക്കാനിക്ക് വരാതെ ഈ വണ്ടി ഇവിടെ ഒന്നും ഒരടി മുമ്പോട്ട് പോവില്ല എന്നാണ് അതിന്റെ തമിഴ്, അല്ല മലയാളം. ഒരു വേല പണലാമേ. ഇന്ന് നൈറ്റ് നമ്മ ലോറിയിലെ തൂങ്ങലാമേ. അയ്യോ, ലോറിയിലോ? ഇവിടെ വേറെ വല്ല സ്ഥലവും കിട്ടുമോ? കിട്ടുമല്ലോ. എത്ര ഏക്കർ എടുക്കും? ഇയാളെ കൊണ്ട് വലിയ ശല്യമായല്ലോ. ഇവിടെ കിടക്കാൻ വേറെ വല്ല സ്ഥലവും കിട്ടുമോ? വേറെ ഇടമാ?
இங்க பக்கத்துல ஒரு பெங்களா இருக்கு, அங்க பாஸ்கர்னு ஒரு வாட்ச்மேன் இருக்கு. அவன் என் ஃப்ரெண்டு. அவன்கிட்ட போய் என் பேரு சொன்னா போதும். போதும். அப்போ உன் பேர் என்ன? என் பேரு சீரு. சீரு சீரு. ரொம்ப தேங்க்ஸ் அண்ணா. ரொம்ப thanks அண்ணா. தலைவரே, நீங்க எங்க போற? நான் அவரு கூட போறேன். இன்னைக்கு இந்த ലോറിയില് നമുക്ക് சேர்ந்து தூங்கலாமே. വേണ്ട ചീരു, ഞാൻ ഇന്ന് അവരുടെ കൂടെ പോകാം. നമുക്ക് നാളെ കാണാം. നാളെ കണ്ടിപ്പാ വരുവാ. വരും. தலைவரே, நீங்க எனக்கு கடவுள் மாதிரி தலைவரே. இன்னைக்கு நைட் நான் தனியா தானீங்க. கடவுளே. വല്യമ്മേ എന്താ മകനെ വഴിതെറ്റിയോ? ഇതുവഴി പിള്ളേർ വല്ലതും പോകുന്നുണ്ടോ? ആ ഇതിലൂടെ പോണത് കണ്ടു. കൃത്യമായി വഴി ചോദിക്കായിരുന്നു അബദ്ധായി. നീ വേഗം നടക്കാൻ നോക്ക്. ഓ ഞാനുണ്ട്. കമ്പനിക്ക് അതെ, ഞങ്ങൾ ഷാപ്പിലേക്കല്ല കമ്പനി കൂടാൻ. ഓ ഡീസന്റ്. ഇയാൾക്ക് വേറെ പണിയൊന്നുമില്ലേ? ഇയാൾ എന്തിനാ ഞങ്ങളുടെ പുറകെ നടക്കുന്നത്? നിങ്ങൾ എന്തിനാ എന്റെ മുമ്പേ നടക്കുന്നത്? എന്നാ പിന്നെ ഞങ്ങൾ പുറകെ നടക്കാം. വേണ്ട കോംപ്രമൈസ്. ഞാൻ എന്ത് ഹെൽപ്പ് വേണേ. ദേ, ഒരു ഹെൽപ്പും വേണ്ട. ചേട്ടൻ കൂടുതൽ സഹായിക്കണ്ട. അയ്യേ, ദേ പോകുന്നു. ഇയാളെന്താ കുറുക്കനാണോ? പോകുന്നുണ്ടില്ലേ? നാശം. ശല്യം കൂടെ തന്നെ വിടാതെ വേഗം നടക്കും മീനു. വണ്ടി തന്നെ കിടന്നുറങ്ങായിരുന്നു. അത് തന്നെ. ഇതിപ്പോ എവിടേക്കാന്ന് വെച്ചാ രാത്രി എങ്ങനെയാ ബംഗ്ലാവിൽ അഡ്ജസ്റ്റ് ചെയ്ത് നാളെ രാവിലെ തന്നെ എസ്റ്റേറ്റിലേക്ക് പോവാം. ഈ വഴി പോയി നോക്കിയാലോ? വിനോദ ഒന്ന് പെട്ടെന്ന് നടക്ക്. കണ്ണ് കാണണ്ടേ? ഇവിടെ അടുത്തെവിടെയാണെന്നല്ല അയാൾ പറഞ്ഞത്. നമുക്ക് കണ്ടുപിടിക്കാം. ഇതൊക്കെ അല്ലേ ഈ ട്രിപ്പിന്റെ ഒരു ത്രില്ല്. ത്രില്ല്. അയാൾ എവിടെ? ആ കള്ളൂടീനെ കാണുന്നില്ലല്ലോ. ശരിയാ, പോയിന്നാ തോന്നുന്നേ. ഓ, ഒരു ശല്യം ഒഴിവായി. സമാധാനായി. ഞാനില്ല കേട്ടോ ഇനി ഒരു അടി നടക്കാൻ. അല്ല, ഇനി എത്ര ദൂരം വെച്ചാൽ നടപ്പ്? കാല് വേദനിച്ചിട്ട് വയ്യ. ഓരോരുത്തരുടെ വാക്കും കേട്ട് ഇറങ്ങി തിരിച്ചിട്ടിപ്പോ കാട്ടിനകത്തായി. അതെ, എനിക്കറിയാം എന്താ ചെയ്യേണ്ടതെന്ന്. ഞാൻ തന്നെ പോയി കണ്ടുപിടിച്ചോളാം. ഓ ചാക്കോ, അവനെ ഒറ്റയ്ക്ക് വിടല്ലേ. നീ കൂടെ ചെല്ലി പോ. വിനോദേ നിക്ക്. ഇവന്റെ ഒരു കാര്യം. എന്തൊരു സ്ഥലാ ഇത്? പണ്ട് മുത്തശ്ശി പറഞ്ഞ സ്ഥലം പോലെ ഉണ്ട്. അതിനിടയ്ക്ക് രഘുറാം എന്ന് പറഞ്ഞ വേറൊരു കുരിശും. അയാളുടെ ഒരു തട്ടലും മുട്ടലും. ഇപ്പൊ അയാളെ എന്റെ കൈ കിട്ടിയിരുന്നെങ്കിൽ ഒരൊറ്റ അടി ഞാൻ. ഇയാൾ ഇതുവരെ പോയില്ലേ? ഞാനിവിടെ പോവാൻ. നമ്മളൊക്കെ ഫ്രണ്ട്സ് അല്ലേ? വി ആർ ഓൾ മലയാളീസ്. ഇയാൾക്ക് എന്തോ ഒരു ചുറ്റിക്കളി ഉണ്ടല്ലേ ആ പൂച്ചക്കണ്ണനുമായിട്ട്. ഞാൻ വണ്ടിയിൽ ശ്രദ്ധിച്ചു. തനിക്ക് ശ്രദ്ധിക്കാൻ വേറെ ഒന്നും കിട്ടിയില്ല. കിട്ടിയല്ലോ. നീ ഒരു തന്റെ അടിയാണെന്നുള്ള കാര്യം ഞാൻ ശ്രദ്ധിച്ചു. അവളൊരു പാവാണെന്നുള്ള കാര്യം ഞാൻ ശ്രദ്ധിച്ചു. ഞാൻ അത്ര പാവൊന്നുമല്ല. അത്ര പാവല്ലെന്നുള്ള കാര്യം ഞാൻ ശ്രദ്ധിച്ചു. അല്ല, നിങ്ങളെ ആരും പ്രേമിക്കാൻ പറ്റില്ല. നിന്നെ ആരും പ്രേമിക്കാൻ പറ്റില്ല. മോളെ, ഞാനൊരു ഉപദേശം തരട്ടെ. ഫ്രീ ആയിട്ട് പ്രേമിച്ചിട്ടില്ലെങ്കിൽ പ്രേമിക്കും. പ്രേമിക്കാൻ കിട്ടുന്ന ഒരവസരവും പാഴാക്കരുത് മക്കളെ, പാഴാക്കരുത്. ചേട്ടാ, ഞങ്ങൾ അല്ലേലേ തളർന്നിരിക്കാം. കുറച്ച് ഡീസന്റ് ആയിക്കൂടെ? ഡീസന്റ് ആണല്ലേ? പ്ലീസ്. ഇനിയും ഡീസന്റ് ആണോ? അതെ, അങ്ങോട്ട് മാറി നിന്നിട്ട് ഡീസന്റ് ആയ മതി. മാറി നിന്നിട്ട് decent ആണോ? ഇത് എന്തൊരു മനുഷ്യനാ, ഒരു നാണമില്ല. ജെമിനെ, കാടാണ്, രാത്രിയാ, ഒറ്റയ്ക്കാണ്, പെൺകുട്ടികളാണ്, പേടിയുണ്ടാവും. പക്ഷെ ഒച്ച വെച്ച് എന്നെ വിളിക്കരുത്, ഞാൻ വരില്ല. ഓക്കെ? വേണ്ട, വിളിക്കില്ല. വിളിക്കില്ല. വിനോദേ, വിനോദ്. പേടിച്ചു പോയല്ലേ? പിന്നെ പേടിക്കാതെ. വഴി തെറ്റി ഇറങ്ങാണല്ലേ? വല്ല ആവശ്യമുണ്ടോ ഈ ചുറ്റിക്കളിക്കൊക്കെ? എന്തോന്ന് ചുറ്റിക്കളി? ഇയാൾക്ക് വേറെ ഒരു പണിയുമില്ലേ? ഒന്ന് പോയ ചേട്ടാ പ്ലീസ്. ചേട്ടൻ? ആരാ ചേട്ടൻ? സർ പ്ലീസ്. അങ്ങനെ വഴിക്ക് വാമോനെ. നേരെ പോയിട്ട് ഇടത്തോട് തിരിഞ്ഞിട്ട് വീണ്ടും ഇടത്തോട് തിരിഞ്ഞിട്ട് വീണ്ടും ഇടത്തോട്. മനസ്സിലായില്ലല്ലേ? നേരെ പോയാൽ ഇടത്ത് ഭാഗത്തിരിപ്പുണ്ടവർ. പോയാട്ടെ. താങ്ക് യു സർ. ഓ, അയ്യോ, എനിക്ക് പേടിയാവുന്നു മീനാക്ഷി. നമുക്ക് അവിടെ തന്നെ ഇരുന്നാ മതിയായിരുന്നു. പാമ്പിന്റെ ചീറ്റിൽ നീ കേട്ടതല്ലേ? അവിടെ മുഴുവൻ പാമ്പിന്റെ പുറ്റാ. പാമ്പല്ല, ചേമ്പാ. ഇവളൊരു പേടി. നീ ഒരുത്തി കാരണ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. ഞാനോ? ഇതുകൊള്ളാം. ഇങ്ങനെയൊക്കെ ആവുമെന്ന് ഞാൻ അറിഞ്ഞോ?
പന്നിയോ എവിടെ 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 വെടികൊണ്ട് പന്നിയാ, സൂക്ഷിക്കണം കേട്ടോ. ഇയാളെന്താ കാടളൊക്കെ ഇറങ്ങിയാണോ? ഇനി എന്ത് ഇളക്കാൻ? പന്നിളയ കാടളയെന്ന അർത്ഥം. അതുകൊണ്ട് വടി നല്ലതാ, കേട്ടിട്ടില്ലേ? പന്നിക്ക് കാലൻ വടി. വടി വടി. നീ ഇത് എവിടെയായിരുന്നു? വെറുതെ രാത്രി മനുഷ്യനെ എടാ പേടിപ്പിക്കാനായിട്ട്. ഈ കൊടുങ്കാട്ടിൽ വഴി മനസ്സിലാവുണ്ട്. നീ എവിടെ ആയിരുന്നു? വന്നേ വാ പോവാം. അല്ല, ഞാനൊരു ചെറിയ സംശയം ചോദിച്ചത്. നിങ്ങൾ നടക്കുകയാണോ അതോ ഇഴയുകയാണോ? ആ പെൺകുട്ടികൾ അവിടെ കാത്തിരിക്കുക, ഞാൻ കൊണ്ടുവിടണം. എന്റെ പൊന്നു ചേട്ടാ, ഇനിയും വന്ന് ഞങ്ങൾ വഴിതെറ്റിക്കലേ പ്ലീസ്. അയ്യോ, ഞാൻ ഇതുവരെ ആരെയും വഴിതെറ്റിച്ചിട്ടില്ല. വി ആർ മലയാളീസ്. ഞാൻ അങ്ങനെ ചെയ്യുവോ? അയ്യോ, എനിക്ക് വയ്യ ഇനി നടക്കാൻ. ആരെ കാണുന്നില്ലല്ലോ. ഇത് എങ്ങോട്ടായി പോകുന്നേ? ഞാൻ പറഞ്ഞില്ലേ നിന്നോട് അവിടെ തന്നെ ഇരിക്കാവുന്ന. സിമി ഇതുണ്ടോ? അതുമല്ല, പുലിയോ മറ്റോ പിടിച്ചായിരിക്കും. നിങ്ങൾ എന്ത് പണിയായി കാണിച്ചേ? കാട്ടിലെങ്കിലും പറഞ്ഞൊന്ന് അനുസരിച്ചൂടെ? ഒരിടത്ത് ഇരുത്തി അവിടെ ഇരിക്കണം. വാ അത് നിങ്ങളെ കാണാഞ്ഞിട്ടല്ലേ? നടക്ക്. അങ്ങോട്ട് നടക്ക്. എന്റെ ബാഗ് തന്നെ. എവിടൊക്കെ നോക്കി ശരി, നിങ്ങൾ പോയിട്ടെന്താ ബംഗ്ലാവ് കണ്ടോ? മോനെ മോനെ ഇത് അയാളായിരിക്കുന്നേ. ആ രഘുറാം, നിങ്ങൾ ഇങ്ങോട്ട് വാ. അയാളെ വല്ല പുലിയും പിടിച്ചതായിരിക്കുമല്ലേ? എനിക്ക് പേടിയാവുന്ന ചക്കോ. എന്നാ നമ്മൾ രക്ഷപ്പെട്ടു. ഭാഗ്യം. നീ മിണ്ടാതിരിക്കട്ടെ കരുന്നാക്കെ. മതിയായി. വാ നമുക്ക് പോ. വാ. ഫോറസ്റ്റ് ഗസ്റ്റ് ഹൗസുകളിൽ വ്യാപകമായി മോഷണം തുടരുന്നു. എടാ കൊച്ചു കള്ള, നിനക്ക് ധൈര്യം ഉണ്ടെങ്കിൽ ആനമല ഗസ്റ്റ് ഹൗസിലേക്ക് വാ. വിവരമറി. മുത്തങ്ങ വാച്ചറെ തലക്കടിച്ച് ബോധം കെടുത്തിയതിനു ശേഷം ഗസ്റ്റ് ഹൗസിലുള്ള പുരാവസ്തുക്കൾ മുഴുവൻ കൊള്ളയടിക്കുകയാണ് കള്ളന്റെ പതിവ്. എല്ലാ വാച്ചർമാരും ഒരുപോലെയാണെന്ന് കരുതിയാടാ കഴുതേ. നിനക്ക് ഭാസ്കരന്റെ തനി സ്വരൂപം അറിയാൻ പാടില്ലാഞ്ഞിട്ടാണ്. തട്ടിക്കളയും ഞാൻ, തട്ടും ഞാൻ. ഇവിടെ ഉണ്ടാ വിലപിടിപ്പുള്ള സാധനങ്ങൾ. ആനക്കൊമ്പ്, മാങ്കൊമ്പ്, മങ്കൊമ്പ്. ധൈര്യം ഉണ്ടെങ്കിൽ നീ ഭാസ്കരന്റെ അടുത്തേക്ക് പോടാ. എടാ ഭാസ്കര, ഞാൻ എത്തി. വിളിച്ച വിളിപ്പുറത്താണ് ഞാൻ. ആരെയും കയറി വെല്ലുവിളിക്കരുത്, പ്രത്യേകിച്ച് അനിയനെ പോലുള്ള പൂർ വാച്ച്മാൻ. എവിടെ കലമാൻ കൊമ്പ്? എലിഫന്റ് ടീത്ത്. ആനപ്പല്ലുണ്ടാക്കിയ ആശ്രയ സായിപ്പന്മാർക്ക് വലിയ ഇഷ്ടമായിരിക്കും. സോറി, നിന്നെ കണ്ടാ പറയില്ല. ആന പല്ല് പോയിട്ട് ആന പൂട പോലും ഇവിടെ കാണുന്നില്ല. എന്നെ ആരാ? ഈ കൊടുങ്കാട്ടിൽ ഇങ്ങനൊരു ബംഗ്ലാവ് ആരും കാണുന്നില്ലല്ലോ. ആരാത്? സത്യം പറ. ബോയ്സിന്റെ സൗണ്ട്, ഗേൾസിന്റെ സൗണ്ട്. എടാ, ഇത് ഫോറസ്റ്റ് ഓഫീസാണോ അതോ ബ്രോത്തൽ ഹൗസ്? ചുറ്റിക്കളിക്ക് ചുറ്റുപാടുണ്ടാക്കി കൊടുത്ത് ചില്ലറ ഉണ്ടാക്കുന്ന പണിയാണ് നിനക്ക്. അല്ലടാ ഭാസ്കര? ഭാസ്കര, ഭാസ്കര, ഓ, അയാൾ ഇതിനകത്തുണ്ടാവില്ല. ഭാസ്കര, ഭാസ്കര ഭാസ്കര എന്ന് വിളിച്ച് ഇവിടെ നിന്നോ. ദേ, നമുക്ക് പോവാട്ടോ. വിനോദ, ഈ പാതിരാത്രി ഇനി എങ്ങോട്ട് പോവാനാ? ഇത്രയും നേരം വിളിച്ച അയാളെ കണ്ടോ? ഇല്ലല്ലോ. ഇവിടെ നിന്നിട്ട് ഒരു കാര്യമില്ല. വല്ല മരച്ചോട്ടിലും മറ്റു പോയി കിടന്നുറങ്ങാം. നിങ്ങൾ വയ്ക്കോ, ഞാനില്ല. വല്ല കാട്ടാനായിട്ട് ചവിട്ടുകൊണ്ട് ചാവാൻ. ഞങ്ങൾ ഇവിടെ എവിടെയെങ്കിലും കിടന്നോളാം. അങ്ങനെ എവിടെയെങ്കിലും കിടക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഇയാളെങ്ങനെ ഇതിനകത്ത് കയറി? നമ്മൾ എപ്പോഴും എവിടെ എങ്ങനെ എത്തും ആശാനെ? നിങ്ങളുടെ കൂടെ നടന്നിരുന്നെങ്കിൽ എന്റെ കിടപ്പും കാട്ടിലായാലും. ഞാൻ ആനച്ചാലിൽ കൂടെ ഒറ്റ വിടല 5 മിനിറ്റ് കൊണ്ട് ഇവിടെ എത്തി. നമുക്ക് നല്ല മൈലേജ് അല്ലേ? ഇവിടെ വന്നപ്പോ വാതിൽ തുറന്നു കിടക്കും. അപ്പൊ വാച്ചർ ഭാസ്കരൻ എവിടെ പോയി? ഭാസ്കർ ഇവിടെ എവിടെയെങ്കിലും കാണുന്നേ. ഭാസ്കരല്ലേ, രാത്രിയിലെ മഞ്ഞല്ലേ, എവിടെയും ചെറിയ ചുറ്റികളി കാണുന്നേ. നിങ്ങൾ നിങ്ങൾ അകത്തേക്ക് വാങ്ങോളാം. നിങ്ങളെ ഉദ്ദേശിച്ചാണ് ഞാൻ ഈ റിസ്ക് ഒക്കെ എടുക്കുന്നത്. മറക്കരുത്. പ്ലീസ് കം, പ്ലീസ് കം, പ്ലീസ് കം, പ്ലീസ് 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 ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ. എങ്ങനെയുണ്ട് ഈ കൊട്ടാരം?
കൊള്ളാം. നിധി കാക്കുന്ന ഭൂതത്തെ പോലെയാണ് വാച്ച്മാൻ ഭാസ്കരൻ ഈ കൊട്ടാരം കാത്തു സൂക്ഷിക്കുന്നത്. 100 വർഷത്തെ പൊടിയോ അതുപോലെ സൂക്ഷിച്ചിട്ടുണ്ട്. ഈ കൊടുങ്കാട്ടിൽ ഇതെങ്കിലും കിട്ടിയല്ലോ, അങ്ങനെ സമാധാനിക്ക്. കാട്ടിനുള്ളിൽ ഒരു കൊട്ടാരം, അതാണ് ഈ കൊട്ടാരം ഉണ്ടാക്കിയപ്പോൾ സായിപ്പിനുണ്ടായിരുന്ന കോൺസെപ്റ്റ്. പക്ഷേ കൊട്ടാരം സൂക്ഷിപ്പുകാരൻ ഭാസ്കറിന്റെ കോൺസെപ്റ്റ് വേറെയാണ്. കാട്ടിനുള്ളിൽ മറ്റൊരു കൊടുങ്കാട്. റൂംസ് ഒക്കെ നല്ല റോയൽ ടച്ച് അല്ലേ? നമുക്കൊരു കാര്യം ചെയ്യാം, ആ ഭാഗത്തുള്ള റൂംസ് ലേഡീസ് കൊടുക്കാം. അവർക്കാണ് കൂടുതൽ പ്രൈവസി വേണ്ടത്. ലേഡീസ് നമുക്ക് ആ സൈഡിൽ എന്താ? നമ്മളോ? കൂടെ കിടത്താൻ പറ്റിയ ഒരാള്, അതും നല്ല ഫോമില്. എന്റെ ഫോമിൽ എന്താ കുഴപ്പം? കുഴപ്പമൊന്നുമില്ല വിനോദ, ഇയാളില്ലായിരുന്നെങ്കിൽ നമ്മളിപ്പോ പല നായുടെ തരുടെ വായി പോയി ചത്തനെ അങ്ങനെ പറഞ്ഞു കൊടുക്കും. മാഷേ, ഇതാണ് മനുഷ്യന്റെ കാര്യം. നന്ദി എന്ന് പറയുന്ന സാധനമേ ഇല്ല. കംപ്ലീറ്റ് കാര്യങ്ങൾ മറന്നു. വെരി ബാഡ്.